സ്മൃതി വളരെ നിർദ്ധനരായ കുടുംബമാണ് ബിന്ദുവിൻ്റേത്. ബിന്ദുവിൻ്റെ വീടിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. പാതി പൂർത്തിയായ വീട്, പാതി തേക്കാത്ത വീട്. അപ്പോൾ ആ വീടിനുള്ളിൽ അവരുടെ ഒരു വരുമാനവും ഒരു പ്രധാനപ്പെട്ട അത്താണിയായിരുന്നു. അവർ എനിക്ക് തോന്നുന്നു ഒരു തുണിക്കടയിലോ മറ്റോ ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരി കൂടിയായിരുന്നു ബിന്ദു. ഒരു മകളുണ്ട്, ഒരു മകനുണ്ട്. മകൻ എഞ്ചിനീയറിംഗ് മറ്റും, ഭർത്താവ് ഒരു നിർമ്മാണ തൊഴിലാളിയാണ്. അപ്പം ഈ സാധാരണ മനുഷ്യരുടെ അത്താണിയാണല്ലോ മെഡിക്കൽ കോളേജ്. മകളുടെ ചികിത്സ കഴിഞ്ഞു ഡിസ്ചാർജ് ചെയ്യാറായിരിക്കുന്ന സമയത്താണ് ഈ അപകടം നടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ന്യൂറോ സർജറി വിഭാഗത്തിൽ ഗുരുതരമായ വീഴ്ചയല്ലേ ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ നടക്കാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് അവർ ഹോസ്പിറ്റലിലേക്ക് എത്തിയത്. 3 ആഴ്ചയ്ക്ക് ശേഷമാണ് ഓപ്പറേഷൻ നടക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്രയും ദിവസം അവിടെ ആശുപത്രിയിൽ തുടരേണ്ടതുണ്ട്. നമുക്കറിയാം മെഡിക്കൽ കോളേജിൽ രോഗികൾക്ക് ഓപ്പറേഷൻ ഒരു തീയതി കിട്ടുക തന്നെ എത്ര സാഹസപ്പെട്ടിട്ടാണ്. കുറേ സമയമെടുക്കും, കാരണം അത്രയധികം രോഗികൾ ആശ്രയിക്കുന്ന ഇടമായതുകൊണ്ട് അങ്ങനെ കിട്ടിയതാണ്. അപ്പോൾ മകളുമായിട്ട് ഈ അമ്മയും അച്ഛനും അവിടെ എത്തിയിട്ടേ ഉണ്ടായിരുന്നു. കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് രാവിലെ ഈ വാർത്ത എനിക്ക് തോന്നുന്നു നമ്മുടെ ബ്രേക്കിംഗ് ന്യൂസ് തുടങ്ങുമ്പോഴാണ്, ഡോക്ടർ ഇറങ്ങുന്നു, ഞാൻ കയറുന്നു, ആ സമയത്താണ് ഈ വാർത്ത വരുന്നത്. നമ്മൾ തന്നെ ആ വാർത്ത രണ്ടുപേരും കൂടി വായിച്ചിട്ടാണ് അങ്ങ് ഇറങ്ങുന്നത് അല്ലേ. ആ വാർത്തയിൽ നിന്ന് പിന്നെ നമുക്ക് ഇറങ്ങാൻ കഴിഞ്ഞിട്ടേ ഇല്ല എന്നുള്ളതാണ്. ഈ നിമിഷം വരെ നമ്മൾ ആ വാർത്തയിൽ നിൽക്കുകയാണ്. മറ്റൊരു വാർത്തയും നമ്മൾ കൊടുത്തിട്ടുമില്ല. അപ്പോൾ അതിൻ്റെ ഓരോ ഘട്ടങ്ങളും നമ്മൾ കാണുന്നുണ്ട്. 10:00-ക്കാണ് ഈ അപകടം സംബന്ധിച്ച്, 10:35 അല്ലേ. ഒരു 11 മണിയോടുകൂടി തന്നെ നമ്മൾ ഈ വാർത്തയെ അറിയുന്നു. നമ്മുടെ പ്രതിനിധി അപ്പോഴേക്കും ആ വാർത്ത ടെലിഫോണിൽ നൽകുന്നു. അവിടേക്ക് അഖിൽ എത്തുന്നേ ഉണ്ടായിരുന്നുള്ളൂ. എത്തുന്നത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അഖിൽ അവിടെ എത്തുന്നുണ്ട്. പിന്നെ കാണുന്ന കാഴ്ച എന്നുള്ള ആകെ തകർന്ന് കിടക്കുന്ന കെട്ടിടമാണ് അല്ലേ. ആകെ തകർന്ന് കിടക്കുന്ന വെച്ചാൽ ഒരു വലിയ കെട്ടിടം തകർന്ന് വീണത് തന്നെയാണ് ദൃശ്യങ്ങളിലുള്ളത്. നമുക്കത് കാണാനാകുന്നുണ്ട്. അത്രത്തോളം അതിൻ്റെ താഴേക്ക് മുഴുവൻ കെട്ടിടാവശിഷ്ടങ്ങൾ കിടക്കുന്നു. അവിടെ ഇന്ന് ഒരു 4 ജില്ലകളിലെ അവലോകന യോഗം കോട്ടയത്താണ് നടക്കുന്നത്. മുഖ്യമന്ത്രി അടക്കം മന്ത്രിമാരെല്ലാം അവിടെയുണ്ട്. അതുകൊണ്ടാകണം വളരെ പെട്ടെന്ന് തന്നെ ആരോഗ്യമന്ത്രിയും VN വാസവനും ജില്ലയിലെ മന്ത്രിയാണല്ലോ അവിടേക്ക് എത്തുന്നു. അവർ ആദ്യം നടത്തുന്ന പ്രതികരണം എന്നുള്ളത് നേരിയ പരിക്കുള്ള 3 പേർ അവരെ അപ്പോൾ തന്നെ കാഷ്വാലിറ്റിയിൽ കൊണ്ടുപോയിരിക്കുന്നു. ചില ആളുകളുടെ പ്രതികരണങ്ങളായി നമുക്കും അപ്പോൾ ബൈറ്റ് കിട്ടുന്നുണ്ട്. കൊണ്ടുപോയിട്ടുണ്ട്, ചോര വാർന്നിരുന്നു. ഒരു കുട്ടിയെ കൊണ്ടുപോയത് അവിടെ തന്നെ ഒരു ജൂനിയർ ഡോക്ടറാണ്. ആ ഡോക്ടർ അടക്കം പറഞ്ഞാൽ കുട്ടിയെ കൊണ്ടുപോയ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോഴും ഈ കെട്ടിടാവശിഷ്ടങ്ങൾ അവിടെ കിടക്കുകയാണല്ലോ, അതിലാരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയം തോന്നാമല്ലോ. ആ കാഴ്ചയിലേക്ക് മന്ത്രിയും പോകുന്നില്ല, അവിടെ എത്തുന്ന ആരും പോകുന്നില്ല എന്നുള്ളതാണ്. മന്ത്രി ആരും തന്നെ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നതോടുകൂടി തന്നെ ആ തിരച്ചിൽ എന്നുള്ള കാര്യം അവിടെ അടയുകയാണ്. അതിനുള്ള സാധ്യത അവിടെ അടയുകയാണ്. അവിടെയാണ് മന്ത്രി അവിടെ കുറ്റവാളിയാകുന്നത്. മന്ത്രിക്ക് പറ്റിയിരിക്കുന്ന വീഴ്ച എന്നുള്ളത് ഒരു ജീവൻ പോയ വീഴ്ചയാണ്. കാരണം അവിടേക്ക് പിന്നെ എങ്ങനെയാണ് രക്ഷാപ്രവർത്തകർ എത്തുന്നത്? നമുക്കൊരു ശബ്ദരേഖ കിട്ടുന്നു അല്ലേ. ജിമ്മിയാണത് ആദ്യം പറയുന്നത്. ശബ്ദരേഖ കിട്ടുന്നത് ഒരു 11 മണിയോട് കൂടിയാണ്. ആ ശബ്ദരേഖ കിട്ടുന്നത് ബന്ധുവിൻ്റെയാണ്. ആ ബന്ധു പറയുന്നത് ഇവർ കുളിക്കാൻ പോയതാണ്, ഫോൺ എടുത്തിട്ടില്ല അതുകൊണ്ട്. അപ്പോൾ വിളിച്ച് അന്വേഷിക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് ഈ കെട്ടിടം വീണു എന്നുള്ള വിവരം അവർ അറിയുമ്പോൾ അതിൻ്റെ ഒരു ആശങ്കയാണ് ആ ശബ്ദത്തിൽ മുഴുവനുള്ളത്. ആശുപത്രി അധികൃതരുമായി സംസാരിക്കുന്ന ശബ്ദരേഖയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് പരിശോധിക്കാമെന്ന് പറയുന്നു. ബിന്ദു എന്നൊരു വ്യക്തിയെ കാണാനില്ല എന്ന് നമ്മൾ ആ നിമിഷം മുതൽ കൊടുക്കുകയാണ്. പക്ഷേ ബിന്ദു എന്നൊരു വ്യക്തിക്കായുള്ള തിരച്ചിൽ എവിടെ നടക്കുന്നു നമുക്ക് അറിയുന്നില്ല. അങ്ങനെ ഒരു തിരച്ചിൽ നടക്കുന്നതായിട്ട് എവിടെ നിന്നും വിവരം കിട്ടുന്നില്ല എന്ന് വെച്ചാൽ ഔദ്യോഗികമായൊരു പ്രതികരണം കിട്ടണ്ടേ, ഒന്നും സംഭവിക്കുന്നില്ല. പിന്നീട് 12 മണിയോടുകൂടി അവിടെ തിരച്ചിൽ വരുന്നത് ഈ ബന്ധു തന്നെ പോലീസിൽ പരാതിപ്പെടുമ്പോഴാണ്. തിരച്ചിൽ തുടങ്ങുന്നു. ഫയർഫോഴ്സ് എത്തുമ്പോൾ JCBകൾ അവിടേക്ക് കയറ്റാൻ പറ്റുന്നില്ല. ആശുപത്രി കെട്ടിടത്തിലൂടെ വേണം കടന്നു വരാൻ. ആ കെട്ടിടം പൊളിഞ്ഞു കിടക്കുന്ന കെട്ടിടം തകർത്തുകൊണ്ട് ആ JCBകൾ അകത്തേക്ക് വരുന്നു. എന്നിട്ട് ആ തിരച്ചിൽ നടത്തുകയാണ്. കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു ബോഡി ഒരാളെ പുറത്തേക്ക് എടുക്കുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുകയാണ്. അത് ആണാണോ പെണ്ണാണോ ഒന്നും ചോദിക്കാൻ ആളില്ല. കാരണം ഈ ചോദ്യങ്ങൾക്കൊന്നും രക്ഷാപ്രവർത്തകർ മറുപടി നൽകുന്നില്ല. ഒരു സ്ത്രീയാണെന്ന് പിന്നെ തിരിച്ചറിയുന്നു. അത് ബിന്ദുവാണോ എന്ന സംശയം. ബിന്ദുവാണോ എന്ന രൂപത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ വാർത്ത. ഒരാളെ കാണാതായി എന്ന് പറയുമ്പോൾ ആ വീട്ടുകാരത് അറിയില്ലേ. അപ്പോൾ അതും നമ്മുടെ മുന്നിലൊരു ശങ്കയായി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ മുമ്പുണ്ടായിരുന്ന ഒരു ആശുപത്രി ബോർഡ് മെമ്പർ അല്ലേ, പഴയ ബോർഡ് മെമ്പറാണ് പ്രതികരണം നടത്തുന്നത്. ബിന്ദു തന്നെയാണ് എന്ന് പറയുന്നത്. അപ്പോഴും ഈ രക്ഷാപ്രവർത്തകർ ആരും മിണ്ടുന്നില്ല. അവർക്ക് എന്തോ നിർദ്ദേശം ലഭിച്ചിരിക്കണം, മിണ്ടരുത് എന്ന്. മരിച്ചിട്ടുണ്ടോ ജീവനോടെയാണോ പുറത്തെടുത്തതെന്ന് പോലും പറയുന്നില്ല. അത്രയും അനാസ്ഥ അവിടെ നടക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ അവിടെ നടക്കുന്നു. 1 മണിക്കാണ് ആ മൃതദേഹം പുറത്തേക്ക് എടുക്കുന്നത്. ഒരുപക്ഷെ 10:30 ഈ അപകടം സംബന്ധിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഈ JCB ഒന്നും വരണ്ട, അല്ലാതെ തന്നെ ഒന്ന് എടുത്തു മാറ്റുന്ന കാര്യങ്ങളിലേക്ക്, കൈകൊണ്ട് എടുത്തു മാറ്റുന്ന രൂപത്തിലേക്കൊക്കെ ആ പ്രവർത്തനം നടന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ അല്ലേ ആ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നുള്ളതാണ്. അത് സംഭവിച്ചിട്ടില്ല. പിന്നെ നടക്കുന്ന പ്രതികരണം എന്താണ് നമ്മൾ കാണുന്നത്? മന്ത്രിമാർ സൂപ്രണ്ടിൻ്റെ മുറിയിലുണ്ട്. മന്ത്രിമാരുടെ പ്രതികരണം പിന്നെ വരുന്നത് എന്താണ്? അവിടെയാണ് രാഷ്ട്രീയം, അവിടെയാണ് മാനുഷികമായ ഒരു കാര്യം ആ മന്ത്രിയിൽ നിന്ന് ഉണ്ടാകാതിരിക്കുന്നത്. മാനുഷികമായ ഒരു പ്രതികരണമല്ല വരുന്നത്. 2013 വീഴ്ച, അന്നു മുതൽ ഈ കെട്ടിടത്തിന് ചോർച്ചയുണ്ടായിരുന്നു എന്ന് നൽകിയിരിക്കുന്ന പരാതിയുടെ കോപ്പി, പിന്നെ എത്ര വർഷം അതുമായി ബന്ധപ്പെട്ട് നടന്നിരുന്ന കാര്യങ്ങളെല്ലാം ശേഖരിച്ചു വെച്ചിട്ടുണ്ട്.
അപ്പോൾ നടന്ന വീഴ്ചയെക്കുറിച്ചുള്ള പരിശോധനയെല്ലാം നടന്നിരിക്കുന്നത് 2013 2025 നിൽക്കുന്നത്. 9 വർഷം ഭരണത്തിലിരിക്കുന്ന സർക്കാരാണല്ലോ. അപ്പോൾ അതിനു മുൻപുള്ള സർക്കാരിന് പറ്റിയ വീഴ്ചയെക്കുറിച്ച് പറയാൻ ഇനി സമയമുണ്ടെന്നേ, ഇന്നല്ല. ഇന്ന് പറയേണ്ടത് എന്ത് സംഭവിച്ചു, എന്തുകൊണ്ട് ആ തിരച്ചിൽ വേഗം നടന്നില്ല എന്നുള്ളതാണ് മറുപടി നൽകേണ്ടത്. എന്തുകൊണ്ട് ആ പഴകിയ കെട്ടിടത്തിൽ ഇപ്പോഴും അവിടെ രോഗികൾ അവിടെ പ്രവേശിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഈ ശുചിമുറികൾ ഉപയോഗിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഉപയോഗിച്ചിരുന്ന ശുചിമുറികളാണ്. ആ 3 നിലയിലെ ശുചിമുറി ഉപയോഗിച്ചിരുന്നതാണ്. 14-ാം നിലയിലെ ഏറ്റവും മുകളിലത്തെ നിലയിലെ മാത്രം, ബാക്കി 2 അടച്ചു പൂട്ടിക്കിടക്കുന്ന, എന്തായാലും ആ കൂട്ടിരിപ്പുകാർ പറയുന്നത് പൂട്ടിക്കിടക്കുന്ന ഒരു ശുചിമുറി ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയും. ഏതോ ഒരു ശുചിമുറി ഒന്നൊറ്റ പൂട്ടിയിട്ടുണ്ടാകാം, അറിയില്ല. ആ പഴകിയ ദ്രവിച്ച വീഴാറായ ശുചിമുറിയാണ് അവിടെ കൂട്ടിരിപ്പുകാർ ഉപയോഗിച്ചിരുന്നത്. അവർ തന്നെ പറയുകയാണ് ഇന്ന് രാവിലെ പോലെ ഉപയോഗിച്ചിരുന്നു എന്ന് ഭയത്തോടെ പറയുന്ന പ്രതികരണം നമ്മുടെ മുന്നിലുണ്ടെന്നേ. ഈ ആശുപത്രി കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗമൊക്കെ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നുണ്ടല്ലോ. എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാം. ആ ഇടിഞ്ഞു വീഴുന്ന കെട്ടിടത്തിൽ എത്ര രോഗികളാണ് 3 വാർഡുകളായി കഴിഞ്ഞിരുന്നത്. അവരെ ഒന്നടങ്കം മാറ്റുകയാണ് പുതിയ കെട്ടിടത്തിൽ. അപ്പോൾ മാറ്റാനുള്ള സമയമായിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് മാറ്റാതിരുന്നത്? അതൊരു വലിയ ഉദ്ഘാടന പരിപാടിയാക്കി ഒരുപക്ഷെ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മാറ്റാനാണോ ഉദ്ദേശിച്ചതെന്ന് സംശയം തോന്നുക സ്വാഭാവികമാണ്. അങ്ങനെയല്ലായിരിക്കാം. പക്ഷെ അങ്ങനെ സംശയം തോന്നാമല്ലോ. എന്തുകൊണ്ട് മാറ്റുന്നില്ലേ? ഇത് അവിടെ തുടരാൻ പറ്റാത്ത കെട്ടിടമാണെന്നേ. അവിടെ നിന്നാണ് രോഗികളെ മാറ്റുന്നത്. അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുക മേനി പറയുകയാണ് ഈ പഴയ കെട്ടിടത്തിൽ 10 തിയേറ്ററുകളേ ഉള്ളൂ, ഞങ്ങളിതാ നിർമ്മിച്ചിരിക്കുന്നതിൽ 14 തിയേറ്ററുകളുണ്ട്. ഇതൊക്കെ പറയേണ്ട ദിവസമല്ല ഇത്. ഇതെങ്ങനെ സംഭവിച്ചു, ഒരാളുടെ മരണത്തിലേക്ക് എങ്ങനെ എത്തി എന്നതിൻ്റെ ഉത്തരമാണ് നൽകേണ്ടത്. അപ്പോഴാണ് നമുക്ക് ഇങ്ങോട്ടേക്ക് പ്രതികരണം വരുന്നത്. ഇവിടെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ, മെൻസ് ഹോസ്റ്റൽ, അതും ഇതേ അവസ്ഥയിലാണ്. അവിടെയുള്ള പഴയ കെട്ടിടങ്ങളുടെ എണ്ണം എടുക്കണം. അവിടെ മാത്രമല്ല, സംസ്ഥാനത്തുടനീളമുള്ള മെഡിക്കൽ കോളേജുകളിലെ കെട്ടിടങ്ങളുടെ പഴക്കം പരിശോധിക്കുകയും അപകടാവസ്ഥയിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കുകയും പുതിയ കെട്ടിടത്തിലേക്ക് മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പോൾ വീഴ്ചകൾ പറയുന്ന ആ ഡോക്ടർക്ക് ഇന്ന് നടപടി പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് രാവിലെ എന്താണ് ഡോക്ടർ അരുണിനോട് പറഞ്ഞത്? ഞാനിതാ ചുമതല ഏൽപ്പിക്കാനുള്ള അടുത്ത ആളില്ല, അദ്ദേഹം ലീവിലാണ്. അതിൻ്റെ അടുത്ത ആളുമില്ല, അദ്ദേഹവും ലീവിലാണ്. അതിൻ്റെ അടുത്ത ആളെ ചുമതല ഏൽപ്പിച്ച് അദ്ദേഹം എനിക്കിതാ നടപടി വരുന്നത് 2 കൈ കൊണ്ട് സ്വീകരിക്കാൻ പോകുന്നു എന്ന രൂപത്തിൽ നിൽക്കുന്ന ഡോക്ടറാണ് നമ്മൾ കണ്ടത്. അപ്പോഴാണ് ഈ അടുത്ത സംഭവം വരുന്നത്. അപ്പോൾ ഈ പിഴവുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ മുഴുവൻ പ്രതിസ്ഥാനത്താക്കി, ശത്രുപക്ഷത്താക്കി, ഞങ്ങളെ തകർക്കാൻ, ഞങ്ങളെ പ്രതിച്ഛായ നശിപ്പിക്കാൻ വരുന്നവർ എന്ന രീതിയിൽ ചാപ്പ കുത്താതെ പിഴവുകൾ തിരുത്താനുള്ള ശ്രമമാണ് വേണ്ടത്. മന്ത്രിക്ക് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഒരു മരണം സംഭവിച്ചതിൻ്റെ ഉത്തരവാദിത്തം അവിടെ എത്തിയ മന്ത്രിമാർ നടത്തിയ ഉത്തരവാദിത്തമില്ലാത്ത മറുപടിയിൽ നിന്ന് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. Meet the editors.